ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും സെൻസിറ്റീവായ വിഷയമാണ് അയോധ്യ. വലിയ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്കും രാജ്യത്തെ നടുക്കിയ കലാപങ്ങൾക്കും ഒടുവിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നത്. ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നിർവഹിക്കുകയും ചെയ്തു. എന്നാൽ ആ രാമക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് വമ്പൻ കൊള്ളയുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. ഇതിന് പിന്നിൽ BJPക്കുള്ളിൽ നടക്കുന്ന വലിയൊരു അധികാര വടംവലിയുടെ കഥ കൂടിയുണ്ട്. മോദിക്കെതിരെ യോഗി ആദിത്യനാഥ് നടത്തുന്ന പടയൊരുക്കമാണോ ഇത്? അയോധ്യ ക്ഷേത്ര വിവാദം നമുക്ക് വിശദമായെന്ന് പരിശോധിക്കാം. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് അയോധ്യയിൽ നടന്നിരിക്കുന്നത്. എന്നാൽ ഈ കൊള്ള കണ്ടെത്തിയത് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസികളോ മാധ്യമങ്ങളോ അല്ല. അമ്പലത്തിനുള്ളിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് CCTV ക്യാമറകൾ വഴി ഈ തട്ടിപ്പ് മനസ്സിലാക്കി വിവരങ്ങൾ പുറത്തുവിട്ടത്. രാമജന്മഭൂമി ട്രസ്റ്റിലെ മുൻ ട്രസ്റ്റിയായ ഡോക്ടർ അനിൽ മിശ്ര ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ അന്വേഷണത്തിന്റെ നിഴലിലാണ്. സംഭവം പുറത്തു വന്നതോടെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് BJPക്കെതിരെ ആഞ്ഞടിക്കാനുള്ള വലിയൊരു ആയുധമായി ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ഇതിലെ യഥാർത്ഥ രാഷ്ട്രീയം വേറൊന്നാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളുടെ നടത്തിപ്പ് അവകാശം അതാത് സംസ്ഥാന സർക്കാരുകൾക്കാണ്. എന്നാൽ അയോധ്യയുടെ കാര്യം അങ്ങനെയല്ല. രാമക്ഷേത്രത്തിന്റെ ഭരണപരമായ കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ള ഒരു ട്രസ്റ്റാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ അറിവോടെ തന്നെ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. 2024 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UPയിൽ BJPക്കുണ്ടായ തിരിച്ചടി ഈ വിഷയത്തോട് ചേർത്ത് പറയാവുന്നതാണ്. പ്രത്യേകിച്ച് രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടും അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടിയോട് BJP പരാജയപ്പെട്ടു. UPയിലെ സീറ്റുകളിലുണ്ടായ ഈ വലിയ ഇടിവ് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കി. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ഉത്തരവാദിത്വം പരസ്പരം പഴിചാരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ട്രസ്റ്റിന് കീഴിലുള്ള ഈ അഴിമതി അന്വേഷണം യോഗി ആദിത്യനാഥ് തന്റെ പ്രതിരോധത്തിനുള്ള ആയുധമായി ഉപയോഗിക്കുകയാണ്. ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് BJP അല്ല, NDA സഖ്യമാണ്. സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ മോദിക്കെതിരെ ഇത്തരം ഒരു പണി വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ്. ഈ അഴിമതി ആരോപണം ഉയർന്ന ഉടൻ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർശന അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. കേന്ദ്രത്തിന്റെ കീഴിലുള്ള ട്രസ്റ്റിലെ അഴിമതി യോഗിയുടെ പോലീസ് അന്വേഷിക്കുന്ന അവസ്ഥ. ഇവിടെയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് എന്ന 51 വയസ്സുകാരന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ചർച്ചയാകുന്നത്. യോഗിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദമാണോ? നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് RSS മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പേര് യോഗി ആദിത്യനാഥിന്റെ തന്നെയാണ്. അടുത്ത ഘട്ടമായി ഇന്ത്യയിൽ കാവ്യവസ്ത്രം ധരിച്ച ഒരു പ്രധാനമന്ത്രി, ഹൈന്ദവ ദേശീയതയിൽ ഊന്നിയ ഒരു പൂർണ്ണ ഭരണം. ഈ ഒരു നീക്കത്തിലേക്ക് RSS കടക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് BJP പാളയത്തിൽ നിന്ന് തന്നെ മോദിക്കെതിരെ നടക്കുന്ന ഈ നീക്കങ്ങൾ. രാമക്ഷേത്രത്തിലെ കൊള്ള എന്ന വിഷയം മോദിയുടെയും കേന്ദ്രത്തിന്റെയും പ്രതിച്ഛായയെ ബാധിക്കുമ്പോൾ അതിൽ കർശന നടപടിയെടുത്ത് യോഗി ആദിത്യനാഥ് ദേശീയ തലത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം RSS മേധാവി മോഹൻ ഭാഗവത് ഉൾപ്പെടെയുള്ളവർ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ ചർച്ചയായിരുന്നു. സേവകർക്ക് അഹങ്കാരം പാടില്ല എന്നതടക്കമുള്ള ആ പ്രസ്താവനകൾ കേന്ദ്ര നേതൃത്വത്തോടുള്ള അതൃപ്തിയായി പലരും വിലയിരുത്തിയിരുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശിന് നിർണായകമായ സ്ഥാനമാണുള്ളത്. ദില്ലിയിലേക്കുള്ള വഴി കടന്നുപോകുന്നത് ലക്നൌവിലൂടെയാണ് എന്ന പ്രശസ്തമായ രാഷ്ട്രീയ ചൊല്ല് തന്നെ UPയുടെ ഈ സ്വാധീനം വ്യക്തമാക്കുന്നു. ലോകസഭയിലെ ആകെ സീറ്റുകളിൽ 80 എണ്ണവും ഈ ഒറ്റ സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലെ ജനവിധിക്ക് ഇന്ത്യയുടെ ഭരണമാറ്റം തന്നെ തീരുമാനിക്കാനുള്ള വലിയ ശക്തിയുണ്ട്. സംസ്ഥാനത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വിചാരിച്ചാൽ കേന്ദ്ര സർക്കാരിനെ നിലനിർത്താനോ താഴെ ഇറക്കാനോ എളുപ്പത്തിൽ സാധിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ UP മുഖ്യമന്ത്രിയുടെ കസേരയ്ക്കും നിർണായക പ്രാധാന്യമുണ്ട്. ഈ ഒരു വലിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വേണം ഉത്തർപ്രദേശിൽ ഇപ്പോൾ രൂപപ്പെടുന്ന പുതിയ അധികാര വടംവലികളെയും അയോധ്യയിലെ സംഭവ വികാസങ്ങളെയും നമ്മൾ വിലയിരുത്താൻ. ഭാവിയിൽ നടക്കാനിരിക്കുന്ന മണ്ഡല പുനർനിർണയം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ഉത്തർപ്രദേശിന്റെ ഈ രാഷ്ട്രീയ ശക്തി വീണ്ടും വർദ്ധിക്കാനാണ് പോകുന്നത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർവിഭജിക്കപ്പെടുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തുന്ന MPമാരുടെ എണ്ണം കുതിച്ചുയരും. വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കുന്നതിൽ UPയുടെ ആധിപത്യം ഇന്നത്തേക്കാൾ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ഒന്നായി മാറും. ചുരുക്കത്തിൽ അയോധ്യയിലെ കൊള്ള വെറുമൊരു അഴിമതിക്കഥ മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും BJPയുടെ ഭാവി നേതൃത്വത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ തുടക്കം മാത്രമാണ്.